ചാപ്റ്റർ 10 ആണ് എടുക്കാൻ പോകുന്നത്. പീഡിയം ഓർ ഗിട്ടിയം. പീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളും അതുപോലെ കല്ലുകളും എന്നാണ് ചാപ്റ്ററിൻ്റെ നെയിം. लेखक परिचय. हरिशंकर परसाई का जन्म 22 अगस्त 1922 में मध्य प्रदेश में होशंगाबाद के जमानी गांव में हुआ. 1922 ആഗസ്റ്റ് 22-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. उन्होंने सन 1957 में लेखक को आजीविका का साधन बनाया. ജഗൽപൂർ മേ വസുധ നാമക പത്രിക നിക്കലി. ജഗൽപൂരിൽ വസുധ എന്ന് പറയുന്ന പത്രിക അദ്ദേഹം പുറത്തിറക്കി. ആപ്പ് വ്യംഗ്യ സമ്രാട്ട് കഹാജാത്ത. അദ്ദേഹത്തെ വ്യംഗ്യ സമ്രാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. अपनी रचनाओं में रानी नागफनी की कहानी, सदाचार का ताबिज़, वैष्णव की फिसलन, टिडुरा हुआ गणतंत्र, विकलांग श्रद्धा का दौर प्रमुख हैं. आपकी समस्त रचनावें परसाई रचनावाली के रूप में ഖണ്ഡേ മേ സംകലിത. ഈ പറയുന്ന കഥകൾ പർസായി എന്ന് പറയുന്ന രചനയിൽ ഒരുമിച്ച് സംകലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. आपके व्यंग्य कथात्मक और കരുണാലിയെ ഒത്തേ. 1900 അദ്ദേഹത്തിൻ്റെ കഥകൾ മൊത്തം വ്യംഗ്യവും കരുണ നിറഞ്ഞതുമാകുന്നു. 1995 ആഗസ്റ്റ് 18 ജഗൽപൂരിലാണ് അദ്ദേഹം മരിച്ചത്. മൂല്യവിഷയ് ഏക വ്യംഗ്യ രചന ഹെ. ഇതൊരു ഹാസ്യപരമായിട്ടുള്ള രചനയാണ്. പ്രസിദ്ധ വ്യാഖ്യാകാർ ശ്രീ ഹരിശങ്കർ പ്രസാദ്. ഇതിൻ്റെ പ്രസിദ്ധനായ വ്യാഖ്യാകാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ हरिशंकर परसाई ആണ്. इसमें एक और दो पीढ़ियों के बीच अंदर है संघर्ष, तो दूसरी ओर कर्म किए बिना फल प्राप्ति के आकांक्षा रखने वालों के कटाक्ष या छोड़ दिया है. ഇത് ഒരു വശത്ത് രണ്ട് തലമുറകൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചിട്ടുള്ള വ്യത്യാസവും സംഘർഷവും, മറുവശത്ത് ഒരു ജോലിയും ചെയ്യാതെ ഫലം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെയുള്ള പരിഹാസമായിട്ടാണ് ഈ കഥ ചിത്രീകരിച്ചിട്ടുള്ളത്. साथ ही यह സാഹിത്യ ക്ഷേത്രಕ್ಕೆ വൃദ്ധവും और യുവകവും की മാനസികത സ്പഷ്ട करती है. എന്നാണ് സാഹിത്യ ക്ഷേത്രത്തിൽ യുവാക്കളും അതുപോലെ വൃദ്ധന്മാരും തമ്മിലുള്ള മാനസികാവസ്ഥ സ്പഷ്ടമാക്കുന്നു. अपने जीवन में भरपूर सुख और प्रसिद्धि को प्राप्त की है, लेकिन इन सुखों के प्रतिष्ठा के वे छोड़ना नहीं चाहते. होने तो यह चाहिए कि इन बूटों की खुशी के साथ सारा मोह तथा लोभ व्याख्याकर सब कुछ अगली पीढ़ी को साँप देना चाहिए. ജീവിതത്തിൽ വളരെയധികം പ്രശസ്തിയും അതുപോലെ തന്നെ സന്തോഷവും നേടിയിട്ടും അതൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത വൃദ്ധന്മാരെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇവർ ആഗ്രഹങ്ങളും ആസക്തികളും സന്തോഷത്തോടെ ഉപയോഗിച്ച് അടുത്ത തലമുറക്ക് കൈമാറാമെന്നും അങ്ങനെ വികസനത്തിന് പാത ഒരുക്കണമെന്നും ലേഖകൻ പറയുന്നു. ഇതാണ് യുവപീഠികളും അതന്നെ യുവാക്കളും എന്താ പറയുക പ്രായം ചെന്നവരും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഈ കഥയിൽ പറയുന്നത്. शीर्षक की सार्थकता. पीढ़ियों दई उम्र और अनुभव के भेद दर्शाती है. എന്താണെന്ന് വെച്ചാൽ പീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയുടെ ഉമ്മറും അനുഭവമാണ് ഇവിടെ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. പുരാനി പീഡിക്ക് അന്തർഗത വൃദ്ധ മാതാ പിത ഗുരു ആദി ആത്തെ ഹെ. പുരാനി പീഡി എന്ന് പറഞ്ഞാൽ പഴയ പീഡികളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ അന്തർഗത ഉള്ളിൽ എന്താണ് വരുന്നത്, അവരുടെ കാണിക്കുന്നത് വൃദ്ധന്മാരുടെ മാതാവ്, പിതാവ്, ഗുരു ആദി ആത്തേഹെ അവരൊക്കെയാണ് വരുന്നത്. തഥാ നയി പീഡിക്ക് അന്തർഗത പുതിയ തലമുറയുടെ കൂടെ യുവ, ശിഷ്യ, പുത്ര ആദി ആത്തേഹെ. ഹർ പീഡിക്ക് അപ്പനെ അലഗ് സോച്ച് ഹോത്തെ. ഓരോ പീഡികളും ഓരോ തലമുറകളും പ്രത്യേക തരത്തിലാണ്, ഒരേപോലെ അല്ല അവർ ചിന്തിക്കുന്നത്, പ്രത്യേക തരത്തിലാണ് ചിന്തിക്കുന്നത്. ജോ പീഡിക്ക് ബദൽത്തെ ഹി നയാ രൂപ ഗ്രഹൺ കർത്തി ഹെ. ജോ പീഡിക്ക് ബദൽത്തെ പീഡി ഈ തലമുറയെ മാറ്റുകയും നയാരൂപ ഗ്രഹം കർത്തവർ പുതിയ രൂപം ഗ്രഹിക്കുകയും ചെയ്യുന്നു. गिट्टियों होती है टले छोटे छोटे पत्र या इसी प्रकार कोई अन्य तत्व है. ഗിട്ടിയം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കല്ലുകളും ഇസി പ്രകാർക്ക कोई अन्य तत्व है അല്ലെങ്കിൽ പ്രകാരമുള്ള അന്യതത്വവുമാണ്. एक पीढ़ी दूसरे पीढ़ी को गिट्टियों मारती है.
ഒരു തലമുറ മറ്റു തലമുറയെ കല്ലെറിയുന്നു, കല്ലുകൊണ്ട് വേദനിപ്പിക്കുന്നു. പത്തർ മാർത്തിയാദഹ പ്രതാഡിത് കർത്തിയെ എന്നാണ്, കല്ലുകൊണ്ട് എറിയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. നയി പുരാനി പീഡിയോ में कोई भी अपने दूसरे नीचे नहीं देखना चाहता, इसलिए दोनों को संघर्ष चलता रहते हैं. നയി പുരാനി പീഡിയ, ഇപ്പം ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറേനെ കോയി ബി അപ്നെ ദൂസരെ സെ നീച്ചെ നഹി ദേഖ്നാ ചാഹത്തെ, ആരും തന്നെ ആരാണ് താഴെക്കടിയിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇസ്ലിയെ ദോനോ സംഘർഷ ചലാത്തെ ഹെ, അതുകൊണ്ട് അവർ താഴെ എന്താണ് അവർ താഴ്ന്നവരാണ് എന്നുള്ള ഒരു ചിന്ത അവരിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷ പ്രായ വിചാർ സോച്ച് മത്ത് ഘരാത്തൽ ഹോത്തെ ഹെ, എന്തിനെ കുറിച്ചിട്ടാണ് ചിന്തകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ എന്തുണ്ടാവുക, സംഘർഷം ഉണ്ടാകുന്നത്. अपने विचारों को दूसरों पर डालने के कारण इस रचना का यह शीर्षक पीढ़ियों मुर्गिटियो स्वार्थ लगाते हैं. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ നാടകീയമായതിനാൽ ഈ കൃതിയുടെ തലക്കെട്ട് വളരെ അർത്ഥവത്താണെന്ന് പറയപ്പെടുന്നു. വിഷയവസ്തു लेखक बताते हैं कि एक दिन युवजन उन वृद्धों के पास आए. विषय वस्तु लेखक बताते हैं कि एक दिन युवजन उन वृद्धों के पास आए और उनसे निवेदन किया कि बहुत वृद्ध तथा यशस्वी हो चुके हैं. ഒരു ലേഖകൻ പറയുകയാണ്, ഒരു ദിവസം യുവജനങ്ങൾ വൃദ്ധന്മാരുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് ഇവർക്ക് എന്ത് കൊടുക്കണം, നിവേദനം കൊടുക്കുകയാണ്. ബഹുത്ത് വൃദ്ധ തഥാ യശസ്വി ചുക്കിയത്, അത് അവരുടെ പ്രശസ്തിയാണെന്ന് അറിയപ്പെടുന്നു. അവരുടെ എന്താണ് പേര് കേട്ടവരാണ്, പ്രശസ്തിയുള്ളവരാണെന്ന് അറിയപ്പെടുന്നു. ആപ്പ് ഉൻഹെ ആരാം കർണാ ചാഹിയെ, നിങ്ങൾ എന്ത് ചെയ്യാൻ വിശ്രമിച്ചാലും, ആശീർവദിത രഹ്നാ ചാഹിയെ, നിങ്ങൾ ഞങ്ങൾക്ക് ആശീർവാദം തന്നാലും, ക്യോംകി ആപ്പ് പൂജനീയ ഹോ ജായേ, നിങ്ങൾ എന്താണ് പൂജിക്കാൻ പറ്റണം, പൂജനീയമാണ് നിങ്ങൾ, ആ ഞങ്ങളെ എന്താ പറയുക, പൂജനീയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്തുതിക്കുന്നവരാണ് എന്ന് പറയുന്നു. പരന്തു ഉൻഹെ ശങ്കാ ഹെ കി ഉൻകെ യശ ഉൻകെ ജാണ്ട് ഭോഗ് आदमी तथा उनके प्रति श्रद्धा का क्या होगा, इसका समाधान युवकों ने बहुत आसानी से कर दिया. परंतु എന്തുകൊണ്ടിരുന്നാലും അവരെത്ര സന്തോഷം നൽകി, അവർക്ക് എന്തുണ്ട്, അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളെ, അവസ്ഥകളെക്കുറിച്ചും അവിടെ ഓരോ സുഖങ്ങൾ, സമ്മാനങ്ങൾ, പ്രശസ്തിയെക്കുറിച്ചിട്ട് അവർക്കൊക്കെ ഒരു തരത്തിലുള്ള ആമദനി എന്ന് പറഞ്ഞാൽ വരുമാനത്തെക്കുറിച്ച് അവർക്ക് ഒരുപാട് ശ്രദ്ധയുണ്ട്. ഇസ്ക സമാധാന രൂപം ബഹുത്ത് ആസാനിച്ച് കരുതിയ, ഇതിനെക്കുറിച്ചുള്ള അവരുടെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ചിന്തിച്ച് അവർ മനസ്സിലൊരു വിഷമമുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ യുവജനങ്ങൾ തീർത്തു കൊടുത്തു എന്ന് പറയണം. उन्होंने वृद्धों को आश्वासन दिया कि उन्हें रोज़ भोगिनी श्रद्धा भोजन आदि उपलब्ध होते. ആദ്യം തന്നെ അവർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ യുവാക്കൾ റെഡിയാക്കി കൊടുക്കുകയാണ്. एक वयोवृद्ध ने बहुत महत्वपूर्ण संवाद किया कि हम कर्म के बिना कैसे जीव रहेंगे, ഒരു കർമ്മവും കൂടാതെ ഞങ്ങൾ എങ്ങനെയാണ് ഒരുപാട് കാലം ജീവിക്കുന്നതെന്ന് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തി പറയുകയാണ്. ഇസ് पर युवकों ने सुझाव दिया कि അവരൊരു അഭിപ്രായം പറയുകയാണ്, മാർഗം പറയുകയാണ്. ആപ്പ് വൃദ്ധ ലോക एक दूसरे के अपने വിഗത് ജീവൻ കോ സംസ്മരൺ സുനായേ, നിങ്ങൾ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ചിട്ട് ഓർമ്മകൾ പങ്കുവെക്കുക. ജിസ്കി റെക്കോർഡിങ് കർക്കെ ഉസ്കി പുസ്തകമേ ചക്വാ ദേ ജായെങ്കിൽ, അതൊക്കെ റെക്കോർഡാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക. अपने ऐसे अनेक वयोवृद्ध व्यक्तियों को देखा होगा जो अपने अतीत की प्रशंसा बहुत करते हैं और उसके संस्मरण सुनाते हैं. ഒരുപാട് പ്രായം ചെന്നവർ ഇതേപോലെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെയൊക്കെ നിങ്ങളുടെ അതീതമായിട്ടുള്ള പ്രശംസകൾ എഴുതി വെക്കുക, സംസ്മരം, ഓർമ്മക്കുറിപ്പുകൾ എഴുതുക, ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്ന് യുവാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രായം ചെന്നവർക്ക്. तो वे बूढ़े से लायक रह जाएंगे, आपस में बैठकर बीदी बातों കിസ്സെ ഓർ സോചക് സംസരൺ എന്നുവെച്ചാൽ അവരുടെ പണ്ടത്തെ കാലത്തെക്കുറിച്ചിട്ടൊക്കെ, ഓർമ്മകളെക്കുറിച്ചിട്ട് അവരൊക്കെ പറയാൻ തുടങ്ങി. വൃദ്ധ സമ്മത് ഹോ ഗയെ ഉൻഹോനെ ദേവത ബന മൻസൂർ ലിയ, വൃദ്ധ सहमत हो गए और उन्होंने देवता बनना मंजूर कर लिया.
व्यंग्य के अंतिम भाग में वयोवृद्ध साहित्यकारों के देवता बनाकर मंदिरों में प्रतिष्ठा कर दिया जाता है. ഈ വ്യംഗ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വയോവൃദ്ധന്മാർ സാഹിത്യകാരന്മാരെ ദേവതാ ബനാക്കർ ദേവതയായി കണ്ടുകൊണ്ട് മന്ദിരോമെ പ്രതിഷ്ഠിക്കാതെയായവർ मंदिरങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ദേവതാ ബനാക്ക പ്രതിഷ്ഠ होने के बाद वृद्धों का ध्यान युवकों पर गया. ദേവതയായിട്ട് പ്രതിഷ്ഠിച്ച ശേഷം ശ്രദ്ധ ആരിലേക്ക് പോയി? യുവാക്കളിലേക്ക് പോയി. ഉन्हें बारे में बात करने लगा कि वे അവരെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങണം. बाहर दुनिया का आनंद ले रहेंगे होंगे और हम मंदिर रूपी कारागार में बंद हैं. ഇതാണ് പുറമെ നമ്മളാണ് ദുനിയാക്ക ആനന്ദ് ലേ രഹേ ഹെ, ദുനിയാവ് മൊത്തം ആനന്ദത്തിൽ മുഴുകിയെടുക്കുകയാണ്. മന്ദിർ രൂപി കരാഗാർ മേ ബന്ധ് ഹെ, നമ്മൾ മന്ദിർ രൂപമായിട്ടുള്ള കരാഗാറിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ബാഹർ യുഗവും സെ കോയി നാടക ദേഖ് രഹാ ഹുങ്ക, പുറത്ത് യുവാക്കളുടെ നാടകം കാണാൻ സാധിക്കുന്നുണ്ട്. കോയി ബാഹർ ദുനിയ കാ ആനന്ദ് ലേ രഹേ ഹോംഗെ ഓർ മന്ദിർ രൂപി കരാഗർ മേ ബന്ദ് ഹെ. ഒരു പ്രായമായ ആൾക്കാർ പറയുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ആനന്ദത്തിൽ ഒരു മുഴുകിയിരിക്കുകയാണ്, നമ്മൾ എന്താണ് ഒരു മന്ദിറിൽ ഒരു ദേവന്മാരെ പോലെ കാരാകാരത്തിൽ ബന്ധമായിരിക്കുകയാണ്. ബാഹർ യുവകവും സെ കോയി നാടക ദേഖ് രഹ ഹെ, ബാഹർ പുറത്ത് യുവാക്കളുടെ നാടകം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കോയി പക്വാൻ കാര, അവരുടെ ഭക്ഷണങ്ങൾ തിന്നുകയാണ്. സബ് ഖുഷ് ഹോങ്കെ, അവരൊക്കെ സന്തോഷവും മസ്ത് ഹോങ്കെ, നല്ല ആഹ്ലാദത്തിലുമാണ്. യഹാം पर लेखक कहना चाहिए कि वृद्धजन देवता तो बन गए लेकिन मोह को ना छोड़ पाए. കാരണം വൃദ്ധന്മാർ അവരുടെ ദേവതയായിട്ട് ഇരിക്കുകയാണെങ്കിലും അവരുടെ മോഹങ്ങൾ അവർക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. इसलिए युवकों को जीवन की खुशी और उत्साह के प्रति उनमें ईर्ष्या जलन का भाव उत्पन्न होता है. അപ്പോൾ ഈ വൃദ്ധജനങ്ങൾക്ക് യുവാക്കളുടെ ജീവിതം കണ്ടിട്ട് ഒരു ഉത്സാഹം കണ്ടിട്ട് ഈർഷ്യമാണ്, ദേഷ്യമാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, അവരതൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മനോഭാവം, ഒരു ഇഷ്ടമല്ല അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്ത രീതി അവർക്ക് ഭാവം ഉൽപ്പന്നത്തെ അവരുടെ അതിൽ വേറൊരു ഭാവം അവർക്ക് ഉൽപ്പന്നമാകുന്നു. लेकिन इनमें एक वृद्ध ऐसे है जो दूसरों तरह नहीं बल्कि समझदार है. അപ്പോൾ ഒരു വൃദ്ധന് അത് മനസ്സിലാവണം, നമ്മൾ ബാക്കി ദൂസരോങ്കി തരം നെഹി ബൽക്കി സമജ്ദാർ ഹെ. അതിലെന്താ, മറ്റുള്ളവരെ പോലെയല്ല ആ വൃദ്ധന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ കത്തേക്ക് യുവക ഹെ, അവർ യുവാക്കളാണ്. തരുൺ ഹെ ഗാനെ ഗലിനെയും ലായക, അവർ ഭക്ഷണം തിന്നും കഴിച്ചും നടക്കേണ്ട ഒരു സമയമാണെന്നൊക്കെ ആ വൃദ്ധൻ അവരോട് പറയണം. ഏക്ക് ദൂസരോ ദേവതാവുଙ୍କୁ യഹ് ബാത് പസന്ദ് നഹി ആയി, പക്ഷെ ബാക്കിയുള്ള ദേവതകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഉन्होंने प्रतिवाद में कहा कि हमारा था उस पर युवकों के अधिकार जमा लिया, जहाँ कभी हम दे वहाँ है, वहाँ केवल मूर्ति बनाकर रहे. अंत में देवताओं की सलाह करके जो निष्कर्ष निकला वह शाम को युवकों के आने पर जाहिर हुआ. ഈ ദേവതകൾ അവരുടെ മറുപടി, അവർക്ക് എന്താണോ പറയാനുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ട് അവസാനം എന്ത് ചെയ്യണം, യുവാക്കൾ വരുന്ന സമയത്ത് അവർ പുറത്തിറങ്ങി നിൽക്കുകയാണ്. जैसे युवक दाल में मिठाई सजाकर लाए तो देख कि देवता लोग चप्तुरे पर गड़े है. അവർ യുവാക്കളെല്ലാവരും മിഠായി ആയിട്ട് വരുന്ന സമയത്ത് അവർ മുറ്റത്ത് ഇങ്ങനെ ചപ്തുരമേ पर गड़े നിൽക്കുകയാണ്. और उन्होंने युवकों पर पत्र बरसाने शुरू कर दिया. അവർ യുവാക്കളുടെ മേത്തേക്ക് എന്താണ് കല്ലെറിയാനായിട്ട് തുടങ്ങി. യുവകോനെ ഇസ് പത്തറാവ് കാ കാരൺ പൂച്ച, എന്തിനാണ് ഞങ്ങളെ കല്ലെറിയുന്നത്? ദേവതാനെ കഹാ തുമ്നെ ഹാമേ ഉൻ സബ്സെ രഹിത് കർ ദിയാ ജോ കൽ തക് ഹമാരാ ഥാ. അല്ല, നിങ്ങളിവിടെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടേക്കാണ്, ഈ കാണുന്നതൊക്കെ ഞങ്ങളതാണെന്ന് ആര് പറയണ, വൃദ്ധന്മാർ പറയാണ്. അപ്പോൾ യുവകോനെ സ്പഷ്ടീയാക്കി ഉൻ सबसे वंचित रहने का मूल कारण उनकी बढ़ती उम्र, टलती शक्ति आदि ने किया है, हमने नहीं. അപ്പോൾ യുവാക്കളോട് പറയുന്നത്, നിങ്ങൾ തളരാനായുള്ള കാരണം എന്നത് നിങ്ങളുടെ വയസ്സും നിങ്ങളുടെ ക്ഷീണിച്ച ശരീരവുമാണ്, ഞങ്ങളല്ല എന്ന് യുവാക്കൾ പറയണം. റംനെ സുമ്നെ സമ്മാൻ ദേ രഹാ ഹെ, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങൾ തന്നു. തുംഹോക്കോ പത്തർ സെ ഹമേ ചോട് പഹുഞ്ച രഹാ ഹോ, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കല്ലെറിയുകയാണോ, വേദനിപ്പിക്കുകയാണോ, ഞങ്ങളെ അപമാനിക്കുകയാണോ എന്ന് യുവാക്കൾ ചോദിക്കുകയാണ്.
हम चले थे अनपढ़ युवकों ने चले जो हमारा बोझ था वह युवक नहीं गाएंगे तथा झंडे भी हमारा भी फहराए जाएंगे യുവകോ नहीं എല്ലാതും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഈ കാണുന്നതെല്ലാതും ഞങ്ങളതാണ് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കും അത് ഞങ്ങൾ ചെയ്തെല്ലാം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് യുവാക്കളോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. पीपल के पेड़ पर पहरा रहे देवताओं की झंडे को ही फांड कर फेंक दिया. ഒരു യുവാക്ക് എന്ത് ചെയ്തു, പീപ്പിൾ മരത്തിൻ്റെ മുകളിൽ കെട്ടിയിരുന്ന അവരുടെ കൊടിമരം ഒരു ഫേങ്ക് ദിയ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു. दोनों ओर से हमले होने लगे. അവിടെ അടിച്ചമർത്തി. लेग भी चाहते बुजुर्गों के अपनी स्थिति और क्षमता का बोध होना चाहिए. എന്താണ് ബുജുർഗോं के दूसरे के प्रति सहानुभूति दृष्टि रहना चाहिए. खास तौर पर युवाओं के प्रति പ്രത്യേകിച്ച് എന്ത് പറയുന്നു, ലേഖനം ആഗ്രഹിക്കുന്നു ഓരോരുത്തരും സ്വന്തം അവസ്ഥയും ശേഷിയും മനസ്സിലാക്കി മറ്റുള്ളവരോട് എന്ത് കാണിക്കുക, സഹാനുഭൂതി കാണിക്കുക, പ്രത്യേകിച്ച് യുവാക്കളോട് അനുകമ്പ കാണിക്കാനൊക്കെ അയാൾ ലേഖകൻ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 101 പേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. व्यंग्य किसे कहते हैं? പീഡിയും और ഗിഡിയും एक व्यंग्य रचना ही सिद्ध कीजिए. പീഡിയും ഗിഡിയും എന്ന് പറയുന്നത് ഒരു ഹാസ്യപരമായിട്ടുള്ള ലേഖനമാണ്, രചനയാണ് സമർപ്പിക്കുക. जब कही गई बात अर्थ कुछ और हो तथा किसी विसंगत पर चोट करते हो व्यंग्य कहलाते हैं. ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് വ്യംഗ്യരചന എന്ന് പറയുന്നത്. व्यंग्य मुख्य शब्दों की गहरी मार होती है जो ऊपर ने नीचे तक व्यक्ति के ജോർ കർ രഹാ ഹെ. ഹൃദയത്തിലും മനസ്സിലും പ്രഹരമേൽപ്പിക്കുന്ന രീതിയിൽ വാക്കുകളിലൂടെ ആഴത്തിലുള്ള ചിന്തകളെ അവതരിപ്പിക്കുന്നു. അതാണ് ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവൻ ആ കഥ രചിക്കുന്നു എന്നതാണ്. എന്ത് കഥയാണ്, അതിനെയാണ് വ്യംഗ്യരചന എന്ന് പറയുന്നത്. അതോടൊപ്പം അതിലെന്തുണ്ടാവും, ചിരി ഉണ്ടാവും, തമാശ കൂടുതലായിരിക്കും. അതാണ് വ്യംഗ്യരചന. हंसी भी आएगी वह हंसी दिल मिलाकर रहा जाए और उस बात गहराई से सोचने पर मजबूर हो गए. ഇതാണ് കൂടുതലായിട്ട് ചിരി കാണാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് വ്യംഗ്യരചന. അത് ഈ കഥയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. क्वेश्चन नंबर 2, नई पीढ़ी पुरानी पीढ़ी से क्या चाहती है? पुरानी पीढ़ी के लोग नई पीढ़ी को आगे क्यों नहीं आने देते? പുതിയ തലമുറകൾ പഴയ തലമുറ എന്താണ് ആഗ്രഹിക്കുന്നത്? പഴയ തലമുറയിൽപ്പെട്ടവർ പുതിയ തലമുറയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. നയി പീढ़ी പുരാനി പീढ़ी से उनके आशीर्वाद चाहती है. നയി പീढ़ी പഴയ തലമുറയോട് ആശീർവാദം ചോദിക്കുന്നു. നയി പീढ़ी പുരാനി പീढ़ी से മാർഗദർശൻ चाहती है. അവർ മാർഗദർശനം ആഗ്രഹിക്കുന്നു. നയി പീढ़ी ജീവൻ में उनका അനുഭവ മൂല്യമൊക്കെ ജാനന चाहती है. അവരുടെ അനുഭവങ്ങളും മൂല്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. जैसे नई पीढ़ी स्वयं को जीवन में हर काम करने का व्याख्या बना सके. ഓരോ പുതിയ പീढ़ികൾ സ്വയം ജോലി ചെയ്യാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നു. नई पीढ़ी का आने से पुरानी पीढ़ी का प्रभाव खत्म हो जाएगा. नई पीढ़ी പുരാനി പീഡിക പ്രഭാവ് പഴയ തലമുറയുടെ പ്രഭാവം കൊണ്ട് എന്താണ് കഥം അവസാനിക്കുകയാണ്. अपने प्रभुत्व को जमाए रखने कारण पुरानी पीढ़ी के लोग आशीर्वाद देने का आनाकाना करती है. തലമുറകൾ മുന്നോട്ട് വന്ന പഴയ തലമുറയുടെ സ്വാധീനം എന്താണ് അവിടെ നഷ്ടപ്പെടും. അതിനാൽ പുതിയ തലമുറയോട് മുന്നോട്ട് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ഇഷ്ടപ്പെടുന്നില്ല? പഴയ തലമുറകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ലേഖകനെ സഭി വൃദ്ധോं पर व्यंग्य किया है या खास प्रकार के वृद्धों पर पाठ से उदाहरण देते हुए अपनी बात सिद्ध कीजिए. ലേഖകൻ വൃദ്ധജനങ്ങളെ എന്തുകൊണ്ട് പരിഹസിക്കുന്നു? ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. लेखक ने वृद्धों कहा कि आज आप लोग देवता हो गए हो. അവരോട് പറയുകയാണ്, ഇപ്പോഴത്തെ പഴയ ആൾക്കാരെന്താണ് ദേവതകളായിക്കൊണ്ടിരിക്കുകയാണ്. യാനി ജ്ഞാൻ വൃദ്ധ ഓർ കലാവൃദ്ധ ഗയേ ഹെ. അതാണ് അവിടെ ഭാഗ്യവന്മാരും അറിവുള്ളവരാണെന്ന് പറയുന്നു. പിന്നെ മന്ദിർ സ്ഥാപിത കർണ ചാത്തങ്ങളെ എന്താണ് മന്ദിറിൽ കൊണ്ടുവെക്കാൻ ആഗ്രഹിക്കുക. താക്കി വേ വഹം ആരാം സെ രഹേ ഓർ ഹം ആശീർവാദ്. നിങ്ങൾ നല്ലതുപോലെ മന്ദിറിലിരിക്കണം, അതിനാണ് ഞങ്ങൾ ആശീർവാദം നൽകുന്നു എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4,
स्नेहपूर्ण सामाजिक वातावरण युवाओं को मानसिक भावनात्मक विकास और बौद्धिक उपलब्धियों के लिए पुरानी और नई पीढ़ी के बीच किस प्रकार का संबंध आवश्यक है. ഇന്നത്തെ തലമുറയും പഴയകാല തലമുറയും തമ്മിൽ സാമൂഹികവും മാനസികവുമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. नई पीढ़ी को मन में अपने बड़े के प्रति श्रद्धा, निष्ठा और विश्वास बनाए रखने के लिए उन्हें वृद्ध द्वारा दिए गए आशीर्वाद व प्यार की आवश्यकता है. പുതിയ തലമുറയ്ക്ക് മനസ്സിൽ നിറയെ ശ്രദ്ധയും നിഷ്ഠയും വിശ്വാസവും ബനായെ രഖ്നെ കെ ലിയെ ഇതിനെല്ലാം വേണ്ടിയിട്ട് വൃദ്ധദ്വാര ദിയേ ഗയെ വൃദ്ധന്മാർ നൽകിയ ആശീർവാദവും സ്നേഹവും ആവശ്യമാണ്. बड़े को चाहिए कि वे अपना अनुभव उनको दे. समाज के वृद्ध व प्रभावशाली व्यक्ति द्वारा यदि शिक्षा युवकों को मिलती रहे तो युवा और वृद्ध खुलकर बातचीत होती रहेंगी. സമൂഹത്തിലെ വൃദ്ധന്മാർക്കും പ്രഭാവശാലികളായ വ്യക്തികൾക്കും നൽകിയ ശിക്ഷ യുവാക്കൾക്ക് മിൽത്തി രഹെ എന്താണ് യുവാക്കൾക്കും ലഭിക്കൊണ്ടിരിക്കുകയാണ്. യുവാവും और वृद्धों में യുവാക്കളിലും വൃദ്ധന്മാരും ഖുൽക്കർ ബാത്ചീത്ത് ഹോത്തി രഹെങ്കി എന്താണ് അവർ മുഴുവൻ എന്താണ് ബാത്ചീത്ത് ഒരു സംഭാഷണം ഉണ്ടാക്കുന്നു. ജിസേ ദേശ് വ സാമാജ് തർക്കിക്ക് മാർഗജായ എന്താണ് അവർ തലമുറയിലെ ആത്മവിശ്വാസമില്ലാതെ സാമൂഹികമായിട്ട് തർക്കിക്കോ മാർഗ്ഗമേ പായെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല, എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. നിമ്നലിഖിത ഉക്തിയോं का अर्थ स्पष्ट कीजिए. പറയുന്ന ഉക്തികളുടെ അർത്ഥം സ്പഷ്ടമാക്കാനാണ് പറയുന്നത്. വേ ഭോജൻ സെ അധിക മാത്ര മേ പാചൻ കർണ ചുരൻ കാത്തെ. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? वृद्धजनों बीमार खाने पर या भोजन न बचने के कारण पाचन पूर्ण अधिक मात्रा में करते हैं. से गाना सही ढंग से पच्चे तक ज़्यादा भूख भी लगे. ഇത് ഓരോ വാക്കിൻ്റെയും ഓരോ അർത്ഥം എഴുതാനാണ് പറയണത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിശങ്കർ പർസായിക്ക് ഭാഷാ ശൈലി पर टिप्पणी कीजिए. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേഖഭാഷയെക്കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതുക. ഹരിശങ്കർ പർസായി ദ്വാര രചിത പീഡിയോം और ഗിഡിയോം ആം ബോൾചാൽ की ഭാഷ लिखा गया. ആം ജനതകളെ കുറിച്ചിട്ടാണ്, സാധാരണക്കാരുടെ ഭാഷയാണ് എഴുതിയിട്ടുള്ളത്. ഇസ്മേ വാക്യ ചോട്ടെ ചോട്ടെ ഹെ സംവാദത്തെ രൂപ ലിഖേ ഗയേ. ചെറിയ ചെറിയ വാക്കുകളാൽ സംവാദത്തിൻ്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നു. അനുരൂപ് സട്ടിക് ഹെ. കഹി കഹി तो लेखक ने ആസിർ ജവാബി का പരിചയ ദിയാതെ. എപ്പോഴും ആസിർവാദിയുടെ പരിചയം കഥയിലൂടെ കവി നൽകുന്നുണ്ട്. ലേഖനെ സ്ഥാൻ പർ മുഹറോം കാ സട്ടിക് പ്രയോഗ. മുഹാവരകൾ പഴഞ്ചൊല്ലുകളൊക്കെ കൂടുതലായിട്ട് ലേഖനം ഉപയോഗിച്ചിട്ടുണ്ട്. ഏസ ആനാഖാനി കർണ ആത്തി ഹെ. ഇതിന് ഉദാഹരണം ആനാഖാനി എന്നൊക്കെ പറയുന്നത്, ആനാഖാനി കർണ എന്ന് പറയുന്നത് മുഹാവരയാണ്. യഹാ ലക്ഷണ और വ്യഞ്ജൻ का ഗൂഢ പ്രയോഗ. ഇതിൽ ലക്ഷണയും വ്യഞ്ജന എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. सर्वाधिक उपयुक्त विकल्प चुनकर पूछे गए प्रश्नों के उत्तर दीजिए. साहित्य का वयोवृद्ध जब में क्या रखकर बगीचे में घूमते. उत्तर निमोनिया की दवा. तरुण चाहते थे कि आंसर वृद्धों का स्थान ले. पाठ के अंतिम वाक्य में व्यंग्य. देवता जब अकेले छूट गए तो उनका ध्यान पर गया क्योंकि उन्होंने वृद्धों के स्थान ले लिया था. वृद्धों बात करते करते एकदम उदास हो गए क्योंकि आंसर वे देवता बने मंदिर में सचेत और युवा आनंद में मना रहे हैं. पाठ में क्यों वृद्ध साहित्यकारों को देवता बनाए जाते हैं ताकि वे युवाओं को स्मरण सुना सकें. वृद्ध तरुणों को पत्थर मार रहे थे क्योंकि तरुण उन्हें सम्मानित नहीं मानते थे. जो मंदिर के दूसरे हिस्से में चला गया था. आंसर वह युवकों की सहानुभूति रखता था. तरुण के मत में वृद्ध किसके अधिकारी है? सम्मान की. लड़के इस समय ना जाने क्या कर रहे होंगे. देवता बन जाने पर भी मोह न चोट पाने का. दो पीढ़ियों के कलंकद मूलखयों पर बहन चल रही. इस कदन के द्वारा नागरिक
देवताओं की और तरुण पर व्यंग्य कर रहा है. पीढ़ियों और गिट्टियों पाड़ की विशेषता नहीं है. എന്താണ് മുഹാരം से रहित भाषा. ഇതാണ് വിശേഷത അല്ലാത്തത്. ഇതാണ് ഈ ചാപ്റ്റർ കേട്ടോ.